പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സൺഡേ രാവിലെ നമ്മൾ ഒരുങ്ങി എല്ലാവരും കൂടി അമ്പലത്തിൽ പോവാൻ കേട്ടോ. വേറെങ്ങുമല്ല, കുടുംബക്ഷേത്രത്തിലോട്ടാണ് പോണം. ആലപ്പുഴയിലാണ്. അപ്പോൾ ഒരുങ്ങി രാവിലെ തന്നെ ഇറങ്ങി. നമുക്ക് വാതിക്കൽ നിന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ കുറച്ചൊന്ന് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടി രാവിലെ നടക്കുവാണ്. അപ്പോൾ അമ്പുക്കുട്ടനും അച്ചുക്കുട്ടനും അമ്മയൊക്കെ മുമ്പേ പോവുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയായിരുന്നു. പിന്നെ ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഓട്ടോ വന്നു. പിന്നെ ഓട്ടോയിലൊക്കെ കയറി. കല്ലുമോൾക്ക് ഞാൻ പൊട്ടോടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചുമ്മാ ഒന്ന് നെറ്റിക്ക് ഒരു മറുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഓട്ടോയിൽ നമ്മൾ ഇനി നേരെ വൈറ്റില ഹബ്ബിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അമ്പുക്കുട്ടൻ അങ്ങനെ അച്ഛൻ്റെ കയ്യിലിരുന്ന്, കല്ലുമോൾ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി കേട്ടോ. തണുത്ത കാറ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ കല്ലുമോൾ ഉറങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങളിനി വൈറ്റില ഹബ്ബിൽ ചെന്നിട്ട് ബസ് നോക്കി ബസ്സിനകത്ത് കയറണം. അപ്പോൾ വൈറ്റില ഹബ്ബ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് നിന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു വണ്ടി വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് പോകണമല്ലേ, അപ്പോൾ വെള്ളമൊക്കെ മേടിച്ചു. പിന്നെ അവർക്ക് കഴിക്കാനായിട്ട് സ്നാക്സായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. അതൊക്കെ അങ്ങനെ വാങ്ങിച്ച് നിമോചേട്ടൻ വാങ്ങിച്ചുകൊണ്ടും വന്നു. അപ്പോൾ തന്നെ അവിടെ ആലപ്പുഴ ബസ് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നല്ല തിരക്കായിരുന്നു. പിന്നെ വേറൊരു വണ്ടി വന്നപ്പോൾ അതിലോട്ട് ഞങ്ങൾ കയറി. അങ്ങനെ അമ്മയും ഞാനും കല്ലും കൂടി ഒരുമിച്ചിരുന്നു. പിന്നെ അച്ഛനും രണ്ടുപേരും കൂടി അവരും ഒരുമിച്ചിരുന്നു. അപ്പോൾ ബസ്സൊക്കെ വിട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കല്ലുമോൾ ഉറങ്ങുവാണ്. പിന്നെ നമ്മുടെ അമ്പുക്കുട്ടൻ ബസ്സിനകത്ത് നല്ല പ്രശ്നമായിരുന്നു കേട്ടോ. അമ്പുക്കുട്ടൻ ഇങ്ങനെ ബസ് യാത്ര അധികം ചെയ്തിട്ടില്ല. ദൂരയാത്രയ്ക്കാണെങ്കിലും നമ്മൾ ബസ്സിൽ പോയേക്കുന്ന കുറവാണ്. പിന്നെ നമ്മൾ ട്രെയിനാണ് പോയേക്കുന്നത്. അങ്ങനെ കല്ലു നല്ല ഉറക്കമാണ്. അമ്പുവിന് അവിടെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കണം, പിന്നെ എൻ്റെ അടുത്തിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുമ്പോൾ സൈഡിൽ അത് തുറക്കാൻ പറ്റത്തില്ല, വെയിൽ കൊള്ളുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ കല്ലുമോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ കയ്യിലോട്ട് ഞാൻ കൊടുത്ത്. കല്ലുമോൾ അങ്ങനെ അച്ഛൻ്റെ കയ്യിലിരുന്ന് നല്ല ബസ്സിനകത്ത് പോകുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാമല്ലോ, അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുവാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കൊച്ചച്ഛനുണ്ടായിരുന്നു, അവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചേർത്തല എത്തി കേട്ടോ. ബസ്സിനകത്ത് നമുക്ക് സീറ്റൊക്കെ കിട്ടിയെങ്കിലും നമ്മളിങ്ങനെ ഞാനായാലും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ കല്ലുമോൾ പിന്നെ എൻ്റെ അടുത്തോട്ട് പോന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ക്യാമറയൊക്കെ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ആലപ്പുഴ സ്റ്റാൻഡിലെത്തി. ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും ഗ്യാസിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം ചായയൊന്നും അവിടെ നമുക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. കട്ടൻ ഉണ്ടായിരുന്നുള്ളൂ, ചായ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊന്നും കുടിച്ചൊന്നുമില്ല, ഫുഡ് മാത്രം കഴിച്ചിറങ്ങി. അങ്ങനെ നേരെ പിന്നെ കാവിൽ ചെന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാവ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ സൺഡേ ആയതുകൊണ്ട് തന്നെ ബന്ധുക്കാരൊക്കെ കുറവായിരുന്നു. അങ്ങനെ കാവിലെത്തി. ഞങ്ങൾ തൊഴുതട്ടൊക്കെ ഇറങ്ങി. കല്ലുമോളെ ഇപ്പോൾ കയറ്റാൻ പറ്റത്തില്ല. പിന്നെ അമ്മേനോടാണ് ചോറ് കൊടുക്കാനായിട്ട് പറഞ്ഞേക്കുന്നത് കല്ലുമോക്ക്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അകത്തോട്ട് കയറി കല്ലുമോക്കിന് ചോറൊക്കെ കൊടുക്കാം. പിന്നെ വഴിപാടൊക്കെ എഴുതിച്ചു. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കാനായിട്ട് അമ്മേനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മ അവിടെ പോയിരുന്നു. പിന്നെ കല്ലുമോളെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. അങ്ങനെ കല്ലുമോളെയും കയ്യിലോട്ട് കൊടുത്ത്. കല്ലുമോൾ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചോറ് കൊടുത്തു തുടങ്ങുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ തിരുമേനി വന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ചോറ് കൊടുക്കേണ്ട രീതിയൊക്കെ. അങ്ങനെ അമ്മ കല്ലുമോൾക്ക് ചോറ് കൊടുത്തത് കുടുംബക്ഷേത്രത്തിലായിട്ടോ. അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കല്ലുമോൾ ഒരു തരത്തിലും നിൽക്കത്തില്ല. പിന്നെ ഞാനും അമ്പാടിയും കൂടിയാണ് കേട്ടോ കൊടുത്തത്. ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കുന്നില്ലായിരുന്നു. ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ആയിരുന്നു കേട്ടോ. കഴിക്കുന്നേ ഇല്ലായിരുന്നു, വാ തുറക്കുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ ഇത് കൊച്ചമ്മയാണ് കേട്ടോ, അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. അപ്പോൾ കൊച്ചമ്മയും കൊച്ചച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കല്ലുമോൾക്ക് കൊച്ചച്ഛനും കൊച്ചമ്മയും കൂടി കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചിക്കുട്ടനും കൊടുത്തു. പിന്നെ ഞാനും കൊടുത്തായിരുന്നു. പിന്നെ നിമോചേട്ടനും കൊടുത്തു. പിന്നെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്ത് വന്നിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. ചോറും കറിയും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അച്ചിക്കുട്ടനും അമ്പാടിക്കൊക്കെ കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നേരെ ഓട്ടോ കയറി സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്കും കല്ലുമോൾ ഉറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ വെള്ളവും വാങ്ങിച്ചു.
തിരിച്ച് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് ഇനി എന്തെങ്കിലും ദാഹവും വിശപ്പൊക്കെ പറഞ്ഞാലോ എന്ന് വിചാരിച്ച് കടയിൽ നിന്ന് അങ്ങനെ വെള്ളവും സ്നാക്സൊക്കെ മേടിച്ചിട്ട് തിരിച്ച് ബസ്സിൽ കയറി ഇനി നമ്മൾ എറണാകുളത്തോട്ട് പോവാം കേട്ടോ. അങ്ങനെ അവരെ പഴയതുപോലെ തന്നെ അച്ഛനെയും മക്കളെയും കൂടി ഇരുത്തി, പിന്നെ ഞാനും അമ്മയും കല്ലുമോളും കൂടി ഇരുന്ന്. കല്ലു ഉറങ്ങിയായിരുന്നു, വണ്ടിയിൽ നിന്ന് തന്നെ കല്ലു ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ പിന്നെ ക്യാമറ എല്ലാം മാറ്റി വെച്ച് ഞാനും അങ്ങനെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ ഒന്നിങ്ങനെ കണ്ണ് തുറന്ന് നോക്കി എവിടെ എത്തി സ്ഥലം എന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു ആനേനെ ഇങ്ങനെ വണ്ടിയിൽ കെട്ടി കൊണ്ടുപോകുന്നത്. അതങ്ങനെ കണ്ടു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സ്ഥലമൊക്കെ നോക്കിയപ്പോൾ അരൂരെത്തിയായിരുന്നു. അതുവരെയും ഞാനെങ്ങനെ ഉറങ്ങിയോയെന്ന് ചോദിച്ചാൽ ഉറങ്ങി, എന്നാൽ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ വൈറ്റില ഹബ്ബിലെത്തി. അങ്ങനെ ബസ്സിൽ നിന്ന് അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇനി നേരെ ഒന്ന് ചായ കുടിക്കണം. ചായ നോക്കി നടന്ന് ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. പക്ഷേ ചായയൊന്നും എങ്ങും ഉണ്ടായിരുന്നില്ല, ഗ്യാസിൻ്റെ ആ ഒരു പ്രശ്നമായതുകൊണ്ട്. പിന്നെ തപ്പിപ്പിടിച്ച് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഒരു കട കണ്ടുപിടിച്ചു. അവിടെ നിന്ന് സ്നാക്സും ചായയും കുടിച്ചു നേരെ ഇനി വീട്ടിലേക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.